വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ മൈസൂറിലെ മൈനസ് സെമിനാരിയോട് ചേർന്ന് തന്നെ ഞങ്ങൾക്കൊരു പ്രീസ്റ്റ് ഹോമുണ്ട്. പ്രായമായി വിശ്രമജീവിതം നയിക്കുന്ന അച്ഛന്മാർക്കായി പണി കഴിപ്പിച്ചതാണത്. മൈനസ് സെമിനാരിയിൽ ചേരുന്ന സമയത്താണ് ആദ്യമായി ജോസഫ് പാലാട്ടി അച്ഛനെ കാണുന്നത്. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന, ഞങ്ങളോട് വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ എപ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്ന അച്ഛൻ. 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നോവിഷ്യേറ്റിലായിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. പക്ഷെ അച്ഛനെ ഞാൻ കാണുമ്പോൾ 25 വർഷത്തിലേറെയായി കിടപ്പിലായിരുന്നു. അച്ഛൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു ആക്സിഡന്റിൽ നട്ടെല്ലിന് പരിക്ക് പറ്റുകയും അന്നു മുതൽ കിടപ്പിലാക്കുകയും ചെയ്തതാണ് അച്ഛൻ. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കുകയില്ല. ഫുൾ ടൈം ബെഡ് റിഡൻ. ഫുൾ ടൈം കിടപ്പിലായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പുറകുവശം മുഴുവനും വ്രണങ്ങളായിരുന്നു. എന്നാലും അച്ഛന് ഒട്ടും പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു. എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി കാത്തു സൂക്ഷിച്ചിരുന്നു. യേശുവിനോടൊപ്പം ക്രൂശിൽ കിടക്കാനാണ് എൻ്റെ ദൈവവിളി എന്ന് തൻ്റെ വേദനകൾക്കിടയിലും പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അച്ഛൻ പറയുമായിരുന്നു. അച്ഛൻ തൻ്റെ സഹന ജീവിതത്തെ ഒരു ദുരന്തമായിട്ടല്ല, പ്രത്യുത ദൈവവിളിയായിട്ടാണ് കണ്ടത്. നീ സഹനത്തിലൂടെ കടന്നു പോവുക എന്നതാണ് ദൈവത്തിരുമനസ്സെങ്കിൽ പരാതിയും പിറുപിറുപ്പുമില്ലാതെ അതിന് കീഴ്വഴങ്ങുന്നിടത്താണ് നിന്റെ വിജയം. ഇതാണ് ഇന്നത്തെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയുടെ ഗിരിപ്രഭാഷണത്തിന്റെ ലൂക്കായുടെ വെർഷൻ. ഈ ലോകത്തിനും അപ്പുറത്തുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തുന്നില്ലെങ്കിൽ കഷ്ടതകൾക്ക് അർത്ഥമില്ലാതാകും. അത് നമ്മെ തളർത്തുകയും തകർക്കുകയും ചെയ്യും. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വലിയ പീഡനങ്ങളുടെ മധ്യത്തിലും പിടിച്ചു നിൽക്കാൻ ശക്തി നൽകിയത് ക്രിസ്തുവിനോടൊപ്പമുള്ള അനശ്വര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയായിരുന്നു. ഈ ലോകം നമുക്ക് വേദനകൾ മാത്രം നൽകുമ്പോൾ അതിലൂടെ ദൈവം നമ്മോട് പറയുന്നത് ഇതാണ്: നാം ഈ ലോകത്തിനുള്ളവരല്ല, ഈ ലോകത്തിനും അപ്പുറത്തുള്ള നിത്യ സൗഭാഗ്യത്തിലേക്ക് നിന്റെ മനസ്സുയർത്തുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹായും ഇതുതന്നെയാണ് പറയുന്നത്. നമുക്ക് വെളിപ്പെടുത്താനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.